സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻ ഷാൻ, അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാ. എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു തന്നു. എന്താ കാണിച്ചെന്നേ? ആ ബ്ലോഗ് ചെയ്യുന്ന ആ സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാനൊരു ഉസ്താദിന്റെ ഒരു പ്രസംഗം കണ്ടു. ആ പ്രസംഗത്തിൽ ഹനാൻ ഷാ എന്നൊരു പാട്ടുകാരനുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹനാൻ ഷാനെ അത്രയും സ്നേഹിക്കുന്നവരാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളോട് ചോദിച്ചാലും, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും മക്കളോട് ചോദിച്ചാൽ പറയും ഹനാൻ ഷാ ആരാണെന്നുള്ളത്. ഈ ഹനാൻ ഷാൻക്കെതിരെയാണ് ഈ ഉസ്താദിന്റെ ഒരു പ്രസംഗം. ആ പ്രസംഗം ഒന്ന് കേൾക്കുക ആദ്യം. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻ ഷാൻ, അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാ. എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു തന്നു. എന്താ കാണിച്ചെന്നേ? ആ ബ്ലോഗ് ചെയ്യുന്ന ആ സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളിയിൽ പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ? ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജിന്മേൽ കയറിയിട്ട് പാട്ട് പാടില്ല, സിനിമാ പാട്ട് പാടല, മക്കളുടെ എല്ലാം പണി. ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ആ വാപ്പുമായി. ഉപദേശവും കൊടുക്കുന്നുണ്ട്, ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ രാത്രി മക്കള് പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന വാപ്പയും ഉമ്മയാണ് ആ വാപ്പമാരും ഉമ്മമാരെങ്കിൽ ആ ഒരു ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈ നൽകുമാറാവട്ടെ. മക്കളെ ഉപദേശിച്ചാൽ മാത്രം പോരാ, അവരെ നന്മയിലൂടെ കൊണ്ടുപോകാൻ കഴിയണം. മക്കൾ കൊണ്ടുവരുന്ന പൈസ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പമാർക്ക്, നമുക്ക് എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവരെ വേണം. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഹനാൻ ഷാ ഒരു അധ്യാപകനായിരുന്നു. തൽക്കാലം ഇപ്പോൾ ലീവ് എടുത്തിട്ട് എന്താ പറയുക, സ്റ്റേജ് ഷോ പരിപാടികളൊക്കെ ആയിട്ട് നടക്കണം. ഹനാൻ ഷായുടെ മാതാപിതാക്കളും അധ്യാപകരാണ്. ഉപ്പ ഒരു റിട്ടയർഡ് അധ്യാപകനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അദ്ദേഹം വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു നല്ല ഒരു ഗായകനാണ് ആര്? ഹനാൻ ഷാ. ഹനാൻ ഷാ അത്ര ഒരു മോശം വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഈ ഉസ്താദിൻ്റെ ഈ പ്രഭാഷണത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഈ ഉസ്താദിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്തരം കാര്യത്തിൽ ഇടപെടുന്നത്? അതാണ് എന്തൊക്കെ ഉസ്താദിനെ തെറി വിളിക്കാത്തിടുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ഉസ്താദ് പറയുന്നത് ദീനാണ്, ഉസ്താദ് അത് പറയേണ്ടത് തന്നെയാണ്, ഹനാൻ ഷാ എന്തിനാണ് അങ്ങനെ നടക്കുന്നത്? എവിടെയെങ്കിലും ഹനാൻ ഷാ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടും. ഒരു തരത്തിലും പരസ്യമൊന്നും വേണ്ട, അവന് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി, ആളുകൾ കൂടും. അപ്പോൾ ഹനാൻ ഷാ രാത്രി പാട്ടാടാൻ പോകണം, നല്ലൊരു വാപ്പിയമ്മ ആയതുകൊണ്ട് നിസ്കരിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഹനാൻ ഷാ ഗാനമേളക്ക് പോണത് ഹറാമാണ്. ആ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു കാശ് ഒരിക്കലും പാടില്ല എന്നുള്ള ഉസ്താദ് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഹനാൻ ഷാ മാത്രമാണോ രാത്രി പാട്ടാടാൻ പോകണ മുസ്ലിം ആളുകളുള്ളത്? എത്രയോ പേരുണ്ട്. പക്ഷെ നമ്മളൊരു വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അത് ആ വ്യക്തിയെ അധിക്ഷേപിക്കലല്ലേ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടു. തൊപ്പി അറിയാലോ, തൊപ്പി ആ ഒരു വീഡിയോയിൽ പറയാണ്, തൊപ്പിയുടെ ഉമ്മാനും വാപ്പാനും ഹജ്ജിന് ഉംറക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു തൊപ്പി. ഇപ്പോൾ തൊപ്പിയുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട്. നേരത്തെ വീട്ടിൽ നിന്ന് എന്താ പറയുക പുറത്താക്കിയ ആ ഉമ്മയും ഉപ്പിയും ഒരിക്കലും അംഗീകരിക്കാത്തൊരു മകനാണ് ഈ തൊപ്പി. അങ്ങനെ ഉമ്മാനി വാപ്പാനി ഇവന് ഉംറക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങനെ? ഇവരൊരു ഐഡിയ എടുത്തു. വാപ്പാക്കും ഉമ്മാക്കും സൗജന്യമായിട്ടൊരു കമ്പനി ഉംറ നിർവഹിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. ഇങ്ങനെ അല്ലാതെ ഇവൻ പോവാന്ന് പറഞ്ഞാൽ, ഇവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അഭിമാനികളായ വാപ്പിയമ്മയും സമ്മതിക്കൂല. കാരണം ഇവൻ്റെ ഈ തോന്നിവാസങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ആ വാപ്പിയമ്മയും. അങ്ങനെ ഇവൻ അവിടെ അങ്ങനെ ചെന്നു. ഇവനൊരാളെ പറഞ്ഞയച്ചു, ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വാപ്പിയമ്മ അന്വേഷിച്ചു. ഇതിൻ്റെ പിന്നിലുള്ളത് സ്വന്തം മകൻ തന്നെയാണ്, അവനാണ് കാശ് എടുക്കുന്നത് പറഞ്ഞപ്പോൾ ആ ഉപ്പിയമ്മയും പറഞ്ഞു, നിന്റെ കാശ് കൊണ്ട് ഞങ്ങൾക്കൊരു ഉംറ പോലും വേണ്ട, നിന്റെ കാശ് ഹറാമായ കാശാണെന്ന് പറഞ്ഞ് ആ ഉമ്മയും വാപ്പിയും ആ ഉംറ, സൗജന്യ ഉംറ നിരാകരിക്കുക ചെയ്തത്. ഇത് ഞാൻ ഈ പറഞ്ഞത് തൊപ്പി തന്നെ വന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാട്ടോ. ഈ ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചതാണ് ഈ ഉസ്താദിനെതിരെ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് നടക്കാൻ കാരണം. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഉണ്ടാവും. നമുക്കൊരു പക്ഷേ കണ്ണിന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നത്. ഞാൻ അങ്ങനെ കണ്ടൊരു പരിപാടിയാണ്. അപ്പോൾ ദാ തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉറൂസ് നടക്കണം. ആ ഭീമാപള്ളി ഉറൂസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുക. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു നാടിൻ്റെ ആചാരമോ ആഘോഷമോ ഒക്കെ ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തിരുവനന്തപുരംകാരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു നവംബർ ലാസ്റ്റ് മുതൽ ഡിസംബർ 1 വരെയാണ് ഭീമാപള്ളിയുടെ ഉറൂസ് ഉള്ളത്. അവിടുത്തെ വീഡിയോ നിങ്ങൾ കണ്ടുവെക്ക്. കണ്ട കൊട്ടിപ്പാടി ആളുകൾ സജീവമായിട്ട് വരുന്നുണ്ട്. ഒരാൾ കത്തിയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. റാത്തി ബാണോ സംശയമുണ്ട്.
പിറകിൽ ആളുകൾ ദഫ് മുട്ടി. റാത്തീബാണ്, കണ്ടില്ലേ, കത്തിയൊക്കെ ആയിട്ടാണ് മൂപ്പരുള്ളത്. റിഫായ് റാത്തീബിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ വന്ന് ദഫൊക്കെ മുട്ടിയിട്ട് ആനയിച്ചു കൊണ്ടാണ്. അപ്പോൾ ഇത് ഭീമാപ്പള്ളി ഉറൂസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ കാണാനും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മദ്രസയിലെ കുട്ടികളൊക്കെ ദഫ്, സ്കൗട്ട് കുട്ടികൾ, ആഭാലവൃത്തം ജനങ്ങൾ, ഉസ്താദ് വഴിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഗംഭീര വരവ്. ഇതാ പതാകയൊക്കെ എത്തി. ആ ഉറൂസിനോടനുബന്ധിച്ചിട്ടുള്ള കാഴ്ചവരവ അതോ വിളംബരം അറിയിച്ചിട്ടുള്ള വരവൊക്കെയാണിത്. കാര്യങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കാണാം. തിരുവനന്തപുരംകാരിപ്പോൾ ഇതൊക്കെ ഏകദേശം കണ്ടവരായിരിക്കും. എനിക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത്. ഈ ഭീമാപ്പള്ളി ഉറൂസ് ഒന്ന് കാണാൻ ഞാനിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും എന്തെങ്കിലും ഒരിക്കലൊന്ന് പോകണം. എവിടെയെങ്കിലൊക്കെ നമുക്ക് വല്ല പരിചയക്കാരുണ്ടെങ്കിൽ അവരൊക്കെ വീട്ടിലൊക്കെ ഒന്ന് നിൽക്കായിരുന്നു. നിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ രസമല്ലേ. ആ ഒരു നാട്ടിൽ വലിയൊരു ഉസ്താദാണ് കൊടി പിടിച്ച് മുമ്പിൽ പോകണം. റോഡ് മൊത്തം ഈ റാലി നടക്കാട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ ഉറൂസിൽ പങ്കെടുത്തവരോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് താഴെ വിവരങ്ങളൊന്ന് പങ്കുവെക്കിങ്ങൾ എന്നറിയാലോ. അവിടെ മഴയൊക്കെ പെയ്തിക്കണമെന്ന് തോന്നുന്നു. ഗംഭീരമായിട്ട് വെള്ളമൊക്കെ ഉണ്ട് അവിടെ. വെള്ളത്തിൽ കൂടെയാണ് റാത്തീബേര് പോകുന്നത്. ഈ ഭീമാപ്പള്ളിയുടെ ഒരു കഥ ഉണ്ട്. അവിടുത്തെ ഒരു സൂഫിയാക്കളുടെ ഒക്കെ ഒരു കഥകൾ ഗംഭീരമായ സ്റ്റോറിയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഉറൂസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വീഡിയോയിൽ ആ കഥയൊക്കെ പറഞ്ഞിരുന്നു. അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇത്തവണ ഞാൻ ആ ചരിത്രം പറഞ്ഞില്ല. നിങ്ങൾ പഴയ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. അല്ല, വലിയ വാളൊക്കെ ഇട്ടാണുള്ള ഉസ്താദന്മാർ പിറകിലുള്ള ആളുകൾ റാത്തീബേര് പോണത്. ഈ ഒരു ഭീമാപ്പള്ളി ഉറൂസ് അവിടുത്തെ ഒരു പ്രാദേശിക അവധിയൊക്കെയാണ്. അവിടെ ഗവൺമെൻറ് ഓഫീസുകൾക്കൊക്കെ അവധി കൊടുക്കുന്ന ഒരു ആഘോഷമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനിടയിലാണ് ഒരു പാവം ഹനാൻഷ ഒന്ന് പാടിയതിൻ്റെ പേരിൽ ഹനാൻഷ കൊണ്ടുവരുന്ന ഒരു കാശ് ഹറാമാണ് എന്ന രീതിയിലൊക്കെ ആ ഉസ്താദ് പ്രസംഗിച്ചത്. ഉസ്താദ് ഒരു നന്മ ഉദ്ദേശിച്ച് പ്രസംഗിച്ചതാട്ടോ. ഞാൻ ആ ഉസ്താദിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയൂല. ഇങ്ങനെ വൈവിധ്യങ്ങളല്ലേ നമ്മുടെ നാട്ടിലും ഭൂമിയിലുണ്ടാവുക. നമ്മളാണെങ്കിൽ എത്തിയിട്ടുണ്ട് കൊടിമരത്തിൻ്റെ അടുത്തായിട്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. കൊടിതോരണങ്ങൾ. ഇതവിടെ കുറേ കൊടികൾ കെട്ടണത് എന്തിനാണാവോ? അതൊക്കെ അവിടെ ചെന്ന് കണ്ടാലാണ് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. സ്ത്രീകളൊക്കെ ഓരോരുത്തരും ഓരോരോ ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ട് നേർച്ചയാക്കിയിട്ട് കെട്ടുന്നതാണോ ഈ കൊടി എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഓരോരുത്തർ കൊടുന്ന് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വൈഫിനൊക്കെ ആയിട്ട്, വൈഫിൻ്റെ ഉമ്മിപ്പൊക്കെ ആയിട്ട് ഞാൻ ഈ ഭീമാപ്പള്ളിയിൽ പോയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ മിനാറുള്ള പള്ളിയാണ് ഭീമാപ്പള്ളി എന്ന് കേൾക്കാം. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിവിധ വർണ്ണങ്ങളിലുള്ള കൊടിയാണ്. പച്ച, ചുവപ്പ് ഒക്കെ കൊടിയാണ്. ഓരോ സ്ത്രീകളാണ് ആ കൊടികൾ കെട്ടുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓരോരോ നേർച്ചയാക്കിയിട്ട് ആയിരിക്കും അത് കെട്ടലുണ്ടാവുക. ഇതിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭീമാപ്പള്ളി ഉറൂസിനൊക്കെ പോകണവരുണ്ടോ? അവിടെ പോയ അനുഭവങ്ങളുള്ള ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് അവിടുത്തെ ഈ പരിപാടി എന്നുള്ളത്. എനിക്കൊന്ന് പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ മുത്തുക്കൂടൊക്കെ ചൂടിയിട്ടുള്ള ഒരു ആഘോഷം. ആനയും അമ്പാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ മലബാറിലൊക്കെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ വലിയ ആനകളും മറ്റേ കൂറ്റനാട് നേർച്ച, പട്ടാമ്പി നേർച്ച, വെളിയങ്കോട് നേർച്ച, അതിലൊക്കെ ആനകളൊക്കെ ഉണ്ടാവലുണ്ട്. ഇവിടെ അങ്ങനെ ആനകളൊന്നുമില്ല. ഈ മുത്തുക്കൂടൊക്കെ ആയിട്ട് ഇതാ പള്ളിയുടെ ദർഗയുടെ ഉള്ളിലേക്ക് കടന്നു. ഇതവിടുത്തെ ആഘോഷത്തിൻ്റെ ഒരു വരവ് അറിയിക്കുകയാണ്. സംശയമുണ്ട്. ഇതിലെന്തോ ഒരു കൊണ്ടുവരുന്നുണ്ട്. അത് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. കുടൊക്കെ ഇതാ തൃശ്ശൂർ പൂരത്തിൽ ഇങ്ങനെ കുട ഉണ്ടാവലുണ്ട്. കുടൊക്കെ കാവിക്കൊടി ഉണ്ടാ. കാവിക്കൊടി ഇല്ലല്ലോ അല്ലേ? ഞാൻ വിചാരിച്ച് കാവിക്കൊടിയാണ് വിചാരിച്ച്. അതിൻ്റെ അവിടുന്ന് വേറെ എന്തോ വരുന്നുണ്ടല്ലോ. എന്താണ് വരുന്നത്? കാര്യമായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്. പ്രത്യേകതരം കുടകളൊക്കെ ആയിട്ടാണ് വരുന്നത്. കാഴ്ചകൾ വരികയാണ്. കാഴ്ചകൾ, ആഘോഷങ്ങൾ. വളരെ വലിയൊരു മഹതിയാണ്. മഹതിയും കുടുംബവുമാണ് ഈ ഒരു ഭീമാപ്പള്ളി പ്രദേശത്തുണ്ടായത്. ഗംഭീരം, അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഭീമാപ്പള്ളി ഉറൂസിലൊക്കെ പോയ ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെയൊക്കെ കണ്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പണ്ഡിതന്മാരെ ദൗത്യം നിർവഹിക്കും. അതിന് പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആളുകളുടെ പേരെടുത്തിട്ട് അധിക്ഷേപിക്കാതിരിക്കലാണ് കുറച്ചും കൂടിയൊക്കെ ഒരു സൗകര്യം. അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം,
ഈ ഒരു ഭീമാ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന ഒരു മഹതിയായ ഒരു വനിതയുണ്ട്, ഒരു സൂഫി വനിത. അവരുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.